നമസ്കാരം. നമസ്കാരം. തൃശ്ശൂരാണ് ജില്ലയല്ലേ? എന്താണ് ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ക്യാരക്ടറിനെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിലെ ക്യാരക്ടർ നായകന്റെ ചേട്ടനാണ്. പക്ഷെ ചിലപ്പോ ഒരു മണ്ടൻ, ചിലപ്പോ വില്ലൻ ക്യാരക്ടർ ആണോ എന്ന് അറിയില്ല. അതാണ് തോന്നുന്നത്. കാരണം കഴുത്തിലെ മാലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വില്ലന്റെ ഒരു ശരിക്കും ജീവിതത്തിൽ വില്ലനാണ് ആണ്. പക്ഷെ ഇതില് എങ്ങനെയാണ് അതൊക്കെയാണ്. പക്ഷെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ, ഞാനിപ്പോ അത് ഡയറക്ടറെ പുകഴ്ത്തി പറയാലോ, നമുക്ക് ഭയങ്കര ഫ്രീഡാണ്, ടെൻഷനില്ല, നമുക്ക് ലാവിഷായിട്ട് അഭിനയിക്കാന്ന്, അനാവശ്യമായിട്ട് അവിടെ നിന്ന് വിളിച്ചു പോയി പ്രശ്നം ഉണ്ടാക്കുക, ഇതൊന്നും ചെയ്യില്ല. ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര കംഫർട്ട് സോണിലാണ് നമ്മൾ. എൻ്റെ ഇത്രയും നാളിലുള്ള സീരിയലിൽ വെച്ച് ഏറ്റവും എനിക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റിയൊരു ഡയറക്ടറാണ് ഇവിടെ. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഇത്രയും കംഫർട്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ തോന്നാം ഇതിൽ അഭിനയിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയണമെന്ന്. അതല്ല, ഭയങ്കര ഫ്രീ ആണ്. ഇപ്പം രാവിലെ അദ്ദേഹം ഒരു 7 മണിക്ക് ലൊക്കേഷനിൽ വന്നാൽ അതേ എനർജിയാണ് 9:30-10 മണി വരെ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഡള്ളായിരിക്കൊന്നുമില്ല. അവിടെ ഈ സീൻ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര കോമഡി അടിച്ചു പോകുന്നത്. ഫ്രീ ആയിട്ട് ചെയ്തു, ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആൾ പറയും പട്ടു അത് ചെയ്യണ്ട, ഇത് ചെയ്താൽ മതി, നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു കോമഡി അടിച്ച് ആളോട് പോകും. അതൊരു ഭയങ്കര എനർജിയാണ് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഒറ്റ ടേക്കിൽ അവസാനിപ്പിക്കാൻ നോക്കും, അല്ലെ? തീർച്ചയായും. നമ്മളെപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഷോട്ടിൽ നിൽക്കില്ല. മാക്സിമം നമുക്ക് ഒറ്റ ടേക്കിൽ തന്നെ പോകണം ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതൊരു കലാകാരൻ ഞാൻ പറയട്ടെ, അപ്പൊ ചേട്ടനോടായാലും നമ്മളൊന്ന് ചൂടായി ഫേസ് മാറി നമുക്കത് ഒറ്റ ടേക്കിൽ പോവില്ല. അതാണ് അല്ലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വർഷത്തെ പരിചയം. സിനിമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടം, പിന്നെ അഭിയും ഞാനും, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്. അമ്മനിലാവ് ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്, എന്റെ ചേട്ടൻ പ്രൊഡ്യൂസറാണ്. ഓക്കെ. അതുപോലെ ഈ പോയിന്റ് ബ്ലാങ്കും ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. നാടകം ഒക്കെ എന്തെങ്കിലുമൊക്കെ? നാടകമില്ല, സീരിയലാണ്. ഞാൻ ശരിക്കും ഫസ്റ്റ് വന്ന സീരിയൽ ചന്ദനമഴ. അതെങ്ങനെയാണ് വന്നത്? ചന്ദനമഴ അത് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് വഴി ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ കൂടി എനിക്ക് ടെൻഷനായിരുന്നു. അതിലെ കെ കൃഷ്ണകുമാർ കൂടലൂര് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. പക്ഷെ എനിക്ക് ഇത്ര ഫ്രീ അല്ലായിരുന്നു ഞാൻ. എനിക്ക് ടെൻഷൻ. ഒന്നാമത്തേക്ക് നമ്മുടെ അടുത്തറിയാവുന്ന ആള് രാവിലെയൊക്കെ വന്നിട്ട് ചിലപ്പോ നമ്മുടെ എന്താണ് പറ്റു, എന്തേ കാണിക്കുന്നു ചോദിച്ചാൽ കഴിഞ്ഞു. അപ്പൊ പട്ടു എന്ന് പറയുന്ന ക്യാരക്ടർ പേരല്ല? അല്ല, എന്റെ പെറ്റ് നെയിമാണ് പട്ടു. ഓക്കെ. ഓ, അതാണ് ഞാൻ വിചാരിച്ചു ഈ അല്ല, ഇതില് ജിതേന്ദ്രൻ എന്നാണ്. അല്ല, അപ്പൊ നമുക്കത് ഞാൻ അതിൽ എസ് ഐ ആയിരുന്നു, വില്ലനായിട്ടുള്ള എസ് ഐ ആയിരുന്നു. പക്ഷെ സത്യം പറയാലോ, എനിക്ക് ആ വില്ലൻ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ടെൻഷൻ അല്ല, ടെൻഷനല്ല, എൻ്റെ ആദ്യത്തെയാണ്. അപ്പൊ എനിക്കത് ഒരു എന്താ പറയാ, അതിലേക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഞാൻ ആക്ടർ ആയി എന്നുള്ളത്. അല്ലേ, മീൻസ് എനിക്കിപ്പോഴും കംഫർട്ടല്ല. ഞാൻ ചെയ്തത് ഇത്തിരി കൂടിയും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് പോരാന്നുള്ളതാണ് എനിക്കിപ്പോഴും. ഞാൻ ഇപ്പൊ തന്നെ ഇതിപ്പോ ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താ വെച്ചാല്, കഴിഞ്ഞ സീനിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യായിരുന്നു ഇങ്ങനെ. അത് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിന് വേറെ വിഷയമൊന്നുമില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിങ് ഒന്നും ഞാനല്ല, അതും കൂടി ചെയ്താലാണ് ശരിക്കും ഡബിങ്ങും ഇതൊക്കെ കൂടി ചെയ്താലാണ് ഒരു ആക്ടർ ആവുള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആക്ടർ അല്ല, അല്ലെ? തീർച്ചയായിട്ടും അതും കൂടി ചെയ്ത് പഠിക്കണം. ഡബിങ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് ഒരു നമ്മളെ കൊണ്ട് സ്റ്റുഡിയോക്കാർക്ക് സമയം ഒരു ചെറിയ പ്രശ്നമാണല്ലോ. ചെയ്ത് നോക്കണം, താല്പര്യമുണ്ട്. ഫാമിലിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കുന്നില്ല. എന്തിനാ ഇപ്പൊ കഴിച്ചിട്ട് വെറുതെ തലവേറെ കൂടെ കൊണ്ട് നടക്കണോ? അത് താങ്കളുടെ അഭിപ്രായം. സത്യം പറഞ്ഞ് നമ്മൾ പുറത്തു നടന്നത് പെണ്ണ് കിട്ടുന്നില്ല എന്നാണ്. അതെ, ശരിക്ക് സത്യത്തിൽ അത് ഞാൻ പറയേണ്ടിരുന്നതാ. ആലോചിച്ച് വരുമ്പോ നാട്ടുകാർ പറയുന്നു ഇവര് പെണ്ണ് കൊടുത്താൽ കഴിഞ്ഞു എന്ന് പറയുന്നത്. പിന്നെ സംഭവം വില്ലനാണല്ലോ, സ്വഭാവം കംപ്ലൈന്റ് ഇല്ലാത്ത ഇവിടെ നിന്ന് പെണ്ണ് കിട്ടും. വീട്ടിൽ നിന്ന് വരുമ്പോ പറയുന്നത് ആ ചേക്കൻ പോക്കാട്ടാന്ന് പറഞ്ഞ പിന്നെ പെണ്ണ് കിട്ടുമോ? എന്തായാലും സന്തോഷം, നമ്മളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിന് തീർച്ചയായിട്ടും ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ വരട്ടെ. ഇത് തന്നെ എല്ലായിടത്തും പറയുന്നത്. ഇപ്പൊ കാണുന്നവർ വിചാരിക്കും ഇവന് വേറെ ജോലിയൊന്നുമില്ല. അത് നമ്മുടെ പ്രൊഫഷൻ, അതാണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ. നമുക്ക് തീർച്ചയായിട്ടും ഒരാളോടും ഇതുകൂടി പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് അവൻ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. അവനൊരു അല്ലേ
അപ്പം അതുകൊണ്ട് ഇഷ്ടംപോലെ വർക്കുകളൊക്കെ വരട്ടെ. സിനിമയായിരുന്നാലും സീരിയലായിരുന്നാലും എന്തായിരുന്നാലും വരട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഇത്രയും നേരം നമ്മോട് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.